ഹലോ, അസ്സാം വലൈക്കും. നമുക്ക് ഈത്തപ്പഴത്തിൻ്റെ തോട്ടത്തിൽ പോയിരുന്ന് ഈത്തപ്പഴം പറിച്ചുകൊണ്ട് വന്നിട്ട് അച്ചാറുണ്ടാക്കണം. ഓക്കെ, അതിന് നമ്മളെന്താ ആദ്യം തന്നെ ഈത്തപ്പഴം പറിക്കട്ടെ. അത് ഫുള്ള് പകുത്തതല്ല കേട്ടോ, പച്ചയാണ്, ഒരു ചവർപ്പുണ്ടാവും. അപ്പോൾ ഇവർ മറ്റുള്ള ടീം എന്താക്കും, ഇത് വന്ന് പറിച്ചതിന് ശേഷം ബാക്കിയുള്ള സാധനമാണ്. ഇവരിത് പകുത്ത് കഴിഞ്ഞാൽ പറിച്ചിട്ട് പോകും. അപ്പോൾ അതിന് മുമ്പ് നമ്മളെന്താക്കി ചോദിച്ചിട്ട് പറിച്ചാണ് അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ മരത്തിൽ നിന്ന് പറിക്കണേ വന്നു, കാരണം എല്ലാത്തിനും കുറച്ച് കുറച്ചേ ഉള്ളൂ, ഓരോ കൊലയിൽ കുറച്ച് കുറച്ചായിട്ടേ ഉള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ മൊബൈൽ ചൂടായിപ്പോയി, ഭയങ്കര ചൂടാണ് വെയിൽ ചൂടായതുകൊണ്ട് ഫോൺ ഓഫായിപ്പോയി. അപ്പോൾ കുറേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫോൺ ഓഫായി കാണിച്ചിട്ട് ക്യാമറ ഓണാകുന്നില്ല. അങ്ങനെ കുറേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതിൽ നമ്മൾ കൊണ്ടുവന്ന് കഴുകി എല്ലാം വൃത്തിയാക്കിയിട്ട് ഉപ്പും സുറുക്കിയിട്ട് പെരക്കട വെച്ചു. അത് കഴിഞ്ഞ് എന്താക്കി, ഒരു ചട്ടി എടുത്ത് കുറച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ കടുക് പൊട്ടിച്ച സമയത്ത് തന്നെ കുറച്ച് ഉലുവ വേണം കേട്ടോ. അങ്ങനെ ഇത് നല്ലൊന്ന് ഒരു സ്മെല്ല് വരുന്നവരെ നല്ലോണം ഇളക്കി സെറ്റാക്കി എടുക്കണം, ഒന്ന് മുരിഞ്ഞ ശേഷം. അതിലേക്ക് മുളക് പൊടി, പിന്നെ അച്ചാർ പൊടി, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടണം, പിന്നെ കളറിന് വേണ്ടിയിട്ടുള്ളൂ, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. ആ മസാലക്കുള്ള ഉപ്പേ പാടുള്ളൂ, മറ്റേതിൽ നമ്മൾ ഉപ്പ് പെരക്കിച്ചുകൊണ്ട് ഉപ്പ് ജാസ്തി ആയിപ്പോൾ. അപ്പോൾ ഉപ്പും കുറച്ച് ഇടുക. പിന്നെ നല്ലോണം എന്താക്കുക, മിക്സാക്കി എടുക്കുക. സാധനം നല്ലോണം മിക്സാക്കി സെറ്റാക്കിയതിന് ശേഷം അരമണിക്കൂർ നമ്മളെന്താക്കി വിനാഗിരിയിൽ വെച്ച ഈത്തപ്പഴം ഇതിലേക്ക് ഇടുക. എന്നിട്ട് നല്ല ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ട് മൂടി അവിടെ വെക്കുക. എന്നിട്ട് വേവട്ടെ, ഒരു അരമണിക്കൂർ അങ്ങനെ വേവട്ടെ. വെന്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടി നല്ല ഇളക്കി യോജിപ്പിച്ച് മൂടി അവിടെ വെച്ച് ഏകദേശം പകുതി വെന്തിട്ടോ, തുറന്നു നോക്കിയതാണ്, അതിന് പകുതി വന്ന് ഒന്നുകൂടി മൂടി വെക്കാം. അങ്ങനെ വീണ്ടും മൂടി വെച്ച് ഒന്നും കൂടി ഇളക്കി സെറ്റാക്കി. പിന്നെ നല്ല സെറ്റായിട്ടോ, നല്ല വെന്ത് സെറ്റായി. ഒരു 10 ചെറുനാരങ്ങ കൂടി ഞാനതിന് മുറിച്ചിട്ടിന് കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി എന്താക്കുക, ഒരു പാത്രത്തിലേക്ക് ഇങ്ങ് എടുക്കുക. കണ്ടോ, ലാസ്റ്റ് സ്റ്റേജാണേ. ഞങ്ങളുടെ അച്ചാർ അങ്ങനെ ഉണ്ട്, പൊളിയല്ലേ, പൊളി സാധനമാണ്. തിന്നാനും ഈത്തപ്പഴം ഇതായതുകൊണ്ട്, ഈത്തപ്പഴത്തിൻ്റെ അച്ചാറായതുകൊണ്ട് ഒരുവിധ ആൾക്കാർക്ക് എല്ലാം ഇഷ്ടപ്പെടും ചെയ്യും. മധുരവും പുളിയും എരിവും എല്ലാം കൂടി ചേരുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ അച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യണേ, മറക്കല്ലേ. അസ്സലാമു അലൈക്കും.